Good afternoon, my dear students. Welcome back to our computer class. In the last class, through Google Meet, we discussed what is a computer. All of you say together, what is a computer? Yes, computer is an electronic device that can perform mathematical and logical operations. I told you to send your voice message to my personal number. Most of them done your homework very well. There are some students, they didn't send their homework to my personal number. Okay, those who didn't send their voice message, please send today itself. On next Wednesday, we will discuss the rest of the exercise in this lesson. Dear students, today we are going to discuss our second lesson, parts of a computer. Computer has different parts. Mainly, computer has four parts. The first one is CPU. The full form of CPU is Central Processing Unit, and second one is monitor, then the third one is keyboard, and the fourth one is mouse. All of you look at the first picture. The picture shows CPU. CPU is the brain of a computer. All of you remember, CPU is the brain of a computer. CPU stands for Central Processing Unit. Central Processing Unit. Okay. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് കമ്പ്യൂട്ടർ എന്നത് പറഞ്ഞു. കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. അതിൽ നമുക്ക് മാത്തമാറ്റിക്കൽ ആൻഡ് ലോജിക്കൽ ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് കമ്പ്യൂട്ടർ. ദ മെയിൻ ഫോർ പാർട്സ് ഓഫ് എ കമ്പ്യൂട്ടർ ആർ ദ ഫസ്റ്റ് വൺ ഈസ് CPU. കമ്പ്യൂട്ടറിൻ്റെ മെയിൻ പാർട്സിൽ ഏറ്റവും ആദ്യത്തെ പാർട്സ് ആണ് CPU എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പിക്ചറാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. CPU ഈസ് ദ ബ്രെയിൻ ഓഫ് എ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് ഏതാണ്? CPU ആണ്. ദെൻ CPU സ്റ്റാൻഡ്സ് ഫോർ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. അപ്പം അതിൻ്റെ ഷോർട്ട് ഫോം ആണ് CPU എന്നത്. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളത് പഠിക്കണം. ബ്രെയിൻ ഓഫ് എ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നതാണ് CPU. ദെൻ CPU സ്റ്റാൻഡ്സ് ഫോർ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എ പ്രോസസ്സർ. ഇതിനെ നമ്മൾ പ്രോസസ്സർ എന്നും പറയും. ദ CPU ഈസ് റെസ്പോൺസിബിൾ ഫോർ എക്സിക്യൂട്ടിംഗ് എ സീക്വൻസ് ഓഫ് സ്റ്റോർഡ് ഇൻസ്ട്രക്ഷൻസ് കോൾഡ് എ പ്രോഗ്രാം. ഓക്കെ, നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന ഒരു കൂട്ടം ഇൻസ്ട്രക്ഷൻസിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രോഗ്രാം. അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ കാര്യം ചെയ്യുന്നത് CPU ആണ്. It contains some important components like motherboard and hard disk. It helps the computer to do different operations, that is addition, subtraction, multiplication and division. Okay. കമ്പ്യൂട്ടറിലെ മെയിൻ പാർട്സിൽ വരുന്ന ആദ്യത്തെ പാർട്ടാണ് CPU. CPU stands for Central Processing Unit. It is also known as the brain of a computer. Okay. നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന ഒരു കൂട്ടം ഇൻസ്ട്രക്ഷൻസിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രോഗ്രാംസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സിക്യൂഷനൊക്കെ നടത്തുന്നതാണ് CPU. നമുക്ക് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്നിവ കമ്പ്യൂട്ടറിൽ നമുക്ക് CPUവിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ദെൻ ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് എ കമ്പ്യൂട്ടർ ഈസ് മോണിറ്റർ. ഓക്കെ, ഓൾ ഓഫ് യു ലുക്ക് അറ്റ് ദ പിക്ചർ. യെസ്, ദ പിക്ചർ ഷോസ് കമ്പ്യൂട്ടർ മോണിറ്റർ. ഇറ്റ് ലുക്സ് ലൈക്ക് എ ടെലിവിഷൻ. കമ്പ്യൂട്ടറിൻ്റെ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് മോണിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ പിക്ചറിൽ നോക്കിയാൽ നമുക്ക് കാണാം നമ്മുടെ വീട്ടിലെ TV എങ്ങനെയാണോ അതുപോലെയാണ് കമ്പ്യൂട്ടറിൻ്റെ മോണിറ്റർ എന്ന് പറയുന്നത്. മോണിറ്റർ ഈസ് എ ഡിസ്പ്ലേ ഡിവൈസ്. ഇറ്റ് ഈസ് എ ഡിവൈസ് ദാറ്റ് ഡിസ്പ്ലേ ഇൻഫോർമേഷൻസ് ഇൻ എ പിക്ടോറിയൽ ഫോം. It also displays alphabets, numbers, pictures and videos, etc.
ഓക്കെ, നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ മോണിറ്റർ എന്ന് പറയുന്നത് ഒരു ടെലിവിഷൻ പോലെ തന്നെയാണ്. അപ്പോൾ അതിലത്തെ പിക്ചേഴ്സ് ആയാലും ആൽഫബറ്റ്സ് ആയാലും നമ്പേഴ്സ് ആയാലും വീഡിയോസ് ഇതെല്ലാം നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണുന്നതാണ് മോണിറ്ററിൽ. ഓക്കെ, ഈ പാർട്ടിനെ നമ്മൾ പറയുന്ന പേരാണ് മോണിറ്റർ. ഓൾ ഓഫ് യു സേ ടുഗെദർ, യെസ്, ദിസ് ഈസ് കമ്പ്യൂട്ടർ monitor. Then the third important part of a computer is computer keyboard. Okay, this is known as keyboard. The shape of keyboard is rectangular. Okay, we can see computer keyboard in a rectangular shape with a number of keys. It helps to enter characters and functions into the computer system by processing buttons or keys. It is used for entering the text like messages. It is an easy way of communication with the computer system. It contains different types of keys. ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ മൂന്നാമത്തെ പാർട്ടിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. The third important part of a computer is keyboard. Yes, all of you look at the picture. The picture shows the shape of a keyboard is rectangular. നമുക്ക് റെക്റ്റാങ്കുലർ ഷേപ്പിലാണ് കീബോർഡ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതിൽ ഒരുപാട് കീസും വിത്ത് നമ്പർ കീസ് നമുക്കതിൽ കാണാനായിട്ട് പറ്റും. ഇത് നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് ഇൻഫോർമേഷൻസ്, ടെക്സ്റ്റ് മെസ്സേജസ് ഒക്കെ നമുക്ക് അയക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഈ കീസാണ് സഹായിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ആൻ ഈസി വേ ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ദ കമ്പ്യൂട്ടർ സിസ്റ്റം. ആൻഡ് ഇറ്റ് ഓൾസോ കണ്ടെയ്ൻസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കീസ്. Here, the alphabet keys are used to type letters. Number keys are used to type numbers, and there are some special keys for doing special functions. ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ റെക്റ്റാങ്കുലർ ഷേപ്പിൽ കാണുന്ന ഈ പാർട്ടിനെ നമ്മൾ പറയുന്നതാണ് കീബോർഡ്. ഇതിൽ നമുക്ക് ഒരുപാട് കീസ് അതിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓരോ കീകൾക്കും സെപ്പറേറ്റ് ഫങ്ഷൻസ് ആണ് ഇതിലുള്ളത്. നമുക്ക് കമ്പ്യൂട്ടറിൽ ആൽഫബറ്റ്സ് ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആൽഫബറ്റിക് കീസും അതുപോലെ നമ്പേഴ്സ് നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് നമ്പർ കീസും ഇതിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ദെൻ ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് എ കമ്പ്യൂട്ടർ ഈസ് കമ്പ്യൂട്ടർ മൗസ്. എ കമ്പ്യൂട്ടർ മൗസ് ഈസ് എ ഹാൻഡ് ഹെൽഡ് പോയിൻറ്റിംഗ് ഡിവൈസ് ദാറ്റ് ഡിറ്റക്ട്സ് 2-dimensional motion related to a surface. It transmits our commands to the computer by controlling the movement of the cursor or pointer. It is also known as a pointing device. കമ്പ്യൂട്ടറിൻ്റെ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കമ്പ്യൂട്ടർ മൗസ്. കമ്പ്യൂട്ടർ മൗസ് എന്ന് പറയുന്നത് നമുക്ക് കൈകൊണ്ട് തൊട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാർട്ടാണ്. ഹാൻഡ് ഹെൽഡ് ആയിട്ടുള്ള ഒരു പോയിൻറ്റിംഗ് ഡിവൈസാണ് കമ്പ്യൂട്ടർ മൗസ് എന്ന് പറയുന്നത്. It helps to transmit our commands to the computer by controlling the movement of the cursor or pointer. Cursor അല്ലെങ്കിൽ പോയിൻ്ററിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ചും കൊണ്ട് നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് കമാൻഡ്സ് ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് കമ്പ്യൂട്ടർ മൗസ്. It allows movement along a surface to help move that pointer. It helps to draw pictures and to select objects on the computer monitor. നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററിൽ കാണുന്ന ഓബ്ജക്ട്സിനെ സെലക്ട് ചെയ്യാനും പിക്ചേഴ്സ് ഡ്രോ ചെയ്യാനും ഒക്കെ ഈ പോയിൻ്ററാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. The mouse is named as such because it looks a little like a mouse with a mouse-like shape that has a connecting wire which looks like the tail. നമുക്ക് ഈ പിക്ചർ നോക്കുമ്പോൾ കാണാം, നമ്മൾ മൗസ് എന്ന് പറയുന്നത് എന്താണ്? എലി. അപ്പോൾ എലിയോട് സാദൃശ്യം തോന്നുന്ന ഒരു സ്ട്രക്ചറാണ് കമ്പ്യൂട്ടർ മൗസിൻ്റേത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിനെ മൗസ് എന്ന് വിളിക്കുന്നത്. അതിൽ നമുക്ക് വയർ കണക്ട് ചെയ്തിരിക്കുന്നത് കാണാം. അത് എലിയുടെ വാലിനോട് സാദൃശ്യമായിട്ട് നമുക്ക് തോന്നുന്നു. Then it has 3 buttons. They are left, right and scroll wheel buttons. പ്രധാനമായിട്ടും മൗസിൽ 3 ബട്ടൺസ് ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിൽ ബട്ടൺസ് ഉണ്ട്. ഇവിടെ ഈ പിക്ചറിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, അതിൻ്റെ സെൻറ്ററിലായിട്ട് റെഡ് കളറിൽ നമുക്കൊരു സ്ക്രോൾ വീൽ ബട്ടണും ഇതിൽ കാണാനായിട്ട് സാധിക്കും.
ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പാർട്സ് ഓഫ് എ കമ്പ്യൂട്ടർ. In a previous class we discussed about what is a computer. Computer is an electronic device that can perform mathematical and logical operations. Mainly we can divide the parts of the computer into four. The first part is CPU. Okay, CPU is the brain of a computer. Then the second part is monitor, and the third part is keyboard, and the fourth one is mouse. Dear students, all of you look at the picture. Yes, which part is this? This is known as computer CPU. CPU is the brain of a computer. CPU is the brain of a computer. And all of you try to say together, CPU stands for Central Processing Unit. All of you say together, CPU stands for Central Processing Unit. This is very important. CPU is the brain of a computer, and CPU stands for Central Processing Unit. Then the next important part of a computer is computer monitor. It looks like a television. നമുക്ക് നമ്മുടെ വീട്ടിലെ TV പോലെ തന്നെ തോന്നുന്ന ഒരു കമ്പ്യൂട്ടറിൻ്റെ പാർട്ടാണ് മോണിറ്റർ എന്ന് പറയുന്നത്. മോണിറ്റർ ഈസ് എ ഡിസ്പ്ലേ ഡിവൈസ്. മോണിറ്റർ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന ആൽഫബറ്റ്സ്, നമ്പേഴ്സ്, പിക്ചേഴ്സ്, വീഡിയോസ് ഇതൊക്കെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണുന്നതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കമ്പ്യൂട്ടർ monitor. Okay, the spelling of monitor is MONITOR. Monitor. All of you try to say together, the spelling of monitor is MONITOR. Monitor. It helps to display alphabets, numbers, pictures and videos. Okay. The next important part of a computer is keyboard. Okay, a keyboard is rectangular in shape and with a number of keys. It helps to enter characters and functions into the computer system by processing buttons or keys. നമുക്ക് ഈ പിക്ചറിൽ നോക്കിയാൽ കാണാം കമ്പ്യൂട്ടറിൻ്റെ അടുത്ത ഇമ്പോർട്ടൻ്റ് പാർട്ടാണ് കീബോർഡ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഒരുപാട് കീസ് അല്ലെങ്കിൽ ബട്ടൺസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത് കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ കൊടുക്കുന്ന ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് നമുക്ക് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കമ്പ്യൂട്ടറിൻ്റെ ഇമ്പോർട്ടൻ്റ് പാർട്ടാണ് കീബോർഡ്. ദ സ്പെല്ലിംഗ് ഓഫ് കീബോർഡ് ഈസ് KEYBOARD. Keyboard. Okay, all of you try to say together, the spelling of keyboard is KEYBOARD. 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 The keyboard keys are used for typing numbers and alphabets to the കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് നമ്പേഴ്സും ആൽഫബറ്റ്സും ഒക്കെ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കീബോർഡിലെ കീസാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് എ കമ്പ്യൂട്ടർ ഈസ് കമ്പ്യൂട്ടർ മൗസ്. ഇറ്റ് ഈസ് എ ഹാൻഡ് ഹെൽഡ് പോയിൻറ്റിംഗ് ഡിവൈസ്. It helps to transmit our commands to the computer by controlling the movement of the cursor or pointer. So, it is also known as pointing device. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് കമ്പ്യൂട്ടറിൻ്റെ മൗസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് സർഫസിലൂടെ അതിന് മൂവ്മെൻറ്റ് പോസിബിൾ ആണ്. നമുക്ക് ഹാൻഡ് ഹെൽഡായിട്ട് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്ന ഒരു പാർട്ടാണ് കമ്പ്യൂട്ടർ മൗസ് എന്ന് പറയുന്നത്. അപ്പോൾ ടീച്ചർ നേരത്തെ പറഞ്ഞിരുന്നു, ഇറ്റ് ലുക്സ് ലിറ്റിൽ ലൈക്ക് എ മൗസ് and with a mouse like shape that has a connecting wire which looks like the tail. Okay, the spelling of mouse is MOUSE. Mouse. All of you say together, the spelling of mouse is MOUSE. Mouse. Mouse is also known as a pointing device.
All of you remember what is a computer and which are the main parts of a computer. Okay, CPU, monitor, keyboard and mouse are the important parts of a computer. Dear students, all of you try to understand the different parts of a computer and its function. Okay, next Wednesday you will have computer Google Meet. See you next class. Thank you.